ഹായ് വ്യൂവേഴ്സ്, സുമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ വിഭവമായ വെണ്ടയ്ക്ക തീയൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. വെണ്ടയ്ക്ക തീയലിന് വെറൈറ്റി ആയിട്ട് നമ്മൾ അതിലേക്ക് മാങ്ങ ചേർക്കുന്നുണ്ട്. സാധാരണ തീയൽ വയ്ക്കുമ്പോൾ നമ്മൾ പുളിക്ക് ഒന്നും ചേർക്കാറില്ല. ഇതിൽ പക്ഷേ പുളിക്ക് നമ്മൾ മറ്റേ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇത് നമ്മൾ മാങ്ങയാണ് അതിന് പകരം ചേർക്കുന്നത്. ഞാൻ വെണ്ടയ്ക്ക ഒരു 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. മാങ്ങ ചെറിയൊരു മാങ്ങ പുളിക്കനുസരിച്ച്, അതുപോലെ 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 തണ്ട് വേപ്പില, ഒരു അര കഷ്ണം സവാള, ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, തേങ്ങ വറുത്തരച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 ചേർത്ത് വറുത്തരച്ചതാണിത്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് വറുത്തെടുത്ത് അരച്ച പേസ്റ്റാണിത്. ഇത് കൂടാതെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ തീയൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തന്നെ വെണ്ടയ്ക്ക നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റാം. നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ മാറ്റാം. നമ്മൾ ആ വെണ്ടയ്ക്ക വറുത്തെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, വേപ്പില, പച്ചമുളക്, ഇതിലേക്ക് സവാള, ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിടാൻ നല്ലതാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി മാങ്ങ ചേർക്കാം. മാങ്ങ പുളിക്കനുസരിച്ചാണ് ചേർക്കേണ്ടത്. നമ്മുടെ പുളി എന്തോരമാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ നമ്മൾ വറുത്തതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് അല്പനേരം വഴറ്റാം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അധികം തിക്കായിട്ട് വേണം എന്നുള്ളവർ അധികം വെള്ളം ചേർക്കണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ആ പുളിയൊക്കെ ഈ ചാറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊക്കെ ഇളക്കി കൊടുക്കാം. അധികം തിളയ്ക്കണ്ട. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ തനി നാടൻ വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ചോറിൻ്റെ കൂടെ ഉപയോഗിച്ചോളൂ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.